ഹലോ, ഇത്താ പറയ്. ഉമ്മ എവിടെടി? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഉപ്പാനിന്ന് ചെക്കപ്പ് ഉള്ളതല്ലേ, ഫോൺ കൊണ്ടുപോയില്ലാന്ന് തോന്നുന്നു. അത് ശരി. ആ, അത് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. നീ നാളെയാണോ എന്നാ നീ എൻട്രൻസിന്റെ കോച്ചിങ്ങിന് ചേരണോന്ന് പറഞ്ഞത്? ആ, നാളെയും കൂടെ കഴിഞ്ഞ് പോവാന്നാ ഉമ്മ പറഞ്ഞത്. ഉപ്പാക്ക് വയ്യാതിരിക്കല്ലേ, അപ്പൊ ഇത്രയും ദൂരം ഉപ്പാനെ കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. ഉമ്മ വരാന്ന് പറഞ്ഞു. എടി, പുറത്താരോ വന്നോന്ന് തോന്നുന്നുണ്ടേ. നീ ഒന്ന് അവര് വന്നിട്ട് വിളിക്കണേ, മറക്കല്ലേ. ഇനിയിപ്പോൾ വരിച്ചേണ്ട ആവശ്യമില്ല വാഹിദേ. മുമ്പ് പറഞ്ഞ ഫുഡും മെഡിസിനും ഫോളോ ചെയ്താൽ മതി. പിന്നെ ദേഷ്യവും മുൻകോപമൊക്കെ ഇനി കളയണം. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം. ഒരു തവണ പണിമുടക്കി ഹാർട്ടാണ് ഉള്ളിലിരിക്കുന്നുള്ളൊരു ഓർമ്മ വേണം. ദേഷ്യവും സ്ട്രെസ്സും ഒന്നും വീട്ടിൻ്റെ മതിലിനകത്ത് പോലും കയറ്റരുത്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വരാതെ സൂക്ഷിച്ചോണം. മനസ്സ് ശരിയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ ശരീരത്തിന് ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും ബാധിക്കത്തില്ല. ശരി സർ, ശ്രദ്ധിച്ചോളാം. എന്നാൽ ഇപ്പോഴുള്ള മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്താൽ മതി. എന്തെങ്കിലും അർജൻസി ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ? ഡോക്ടർ എന്ത് പറഞ്ഞമ്മ? പേടിക്കാനൊന്നുമില്ല. പിന്നെ ഉപ്പയുടെ സ്വഭാവം അറിയാലോ. അധികം ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനോ പറയാനോ പോരുതെന്ന് പറഞ്ഞു. ഇത്ത വിളിച്ചിരുന്നു. ഉമ്മ വരുമ്പോ തിരിച്ച് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചോളാം. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ചായ ഇട്. ആ. എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത്? അതും ഇതും ആലോചിച്ച് ടെൻഷൻ അടിക്കലെന്നല്ലേ ഇന്നും കൂടെ ഡോക്ടർ പറഞ്ഞത്? ഞാൻ നമ്മുടെ നജ്മാന്റെ കാര്യം ആലോചിക്കായിരുന്നു. എത്രയും പെട്ടെന്ന് ഓളുടെ നിക്കാഹ് നടത്തണം. നിക്കാഹോ? ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? ഇന്ന് ഡോക്ടർ പറഞ്ഞ് കേട്ടില്ലേ, ഒരിക്കൽ പണിമുടക്കി എഞ്ചിനാ എന്റെ ഉള്ളിലിരിക്കണത്. അതിനി എപ്പോ നിൽക്കുമെന്ന് പടച്ചോനറിയാം. എനിക്ക് അതിനു മുമ്പ് അവളുടെ നിക്കാഹ് നടത്തണം. അവള് നല്ലൊരു പയ്യന്റെ കൂടെ ജീവിക്കണ കണ്ടിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. നമ്മുടെ നാസറേ, ഓന്റെ മോയ് സുഹൈലേ കുവൈറ്റില. നല്ല പയ്യനാ. അവ ഇപ്പൊ നാട്ടിലെ ലീവിന് വന്നിട്ടുണ്ട്. 2-3 പ്രാവശ്യം നമ്മുടെ നജുമാന് വേണ്ടിയിട്ട് അവര് ചോദിച്ചായിരുന്നേ. ഞാൻ അവരുടെ അടുത്ത് ഈ ആഴ്ച പെണ്ണ് കാണാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നു. എന്നാലും അവളുടെ അടുത്തും കൂടെ ഒന്ന് ചോദിച്ചിട്ട് പോരെ? ഓളെ ഒന്ന് പെണ്ണ് കാണാനായിട്ട് ഞാൻ ഇനി അങ്ങ് ഓളുടെ NOC വാങ്ങിക്കണോ? അതല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നീ ലൈറ്റ് ഓഫ് ചെയ്യ്, എനിക്ക് കിടക്കണം. നല്ല ക്ഷീണവും ശരീരവേദനയൊക്കെ ഉണ്ട്. ഓഫ് ചെയ്യ്. ആഹാ, എത്തിയോ മഹാറാണി? സമയത്രായെന്നറിയോ? ആ. നിനക്ക് ചായയും വെള്ളമൊന്നും വേണ്ടേ? നാളത്തേക്കെല്ലാം റെഡിയാക്കി വെക്കുമായിരുന്നു. ഇല്ലെങ്കിൽ നാളെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അതില്ല ഇതില്ല എന്നും പറഞ്ഞ് കിടന്ന് ഓടേണ്ടി വരും. നാളെ പോവാൻ പറ്റൂലടി. അതെന്താ ഉമ്മ, എവിടെയെങ്കിലും പോകാനുണ്ടോ? നാളെ കുറച്ചുപേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആര്? ഉപ്പാനെ കാണാനാ? ഉപ്പാനെ കാണാനല്ല, നിന്നെ കാണാനാ. എന്നെ കാണാനോ? നാളെ നിന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ചുമ്മാ കോമഡി പറയാതെ ഉമ്മ, പെണ്ണ് കാണാന്. ജംഗ്ഷനിൽ റബ്ബർ കട നടത്തുന്നില്ലേ, നാസർക്കട മോൻ, അതാ പയ്യൻ. നിന്നെ കാണാൻ നാളെ വന്നോളാൻ ഉപ്പ പറഞ്ഞിട്ടുണ്ട് അവരോട്. ഞാൻ അറിയാതെ എന്റെ നിക്കാഹ? എന്താ ഉമ്മ ഇങ്ങളീ പറയണത്? അവര് 3-4 വട്ടം നിന്റെ ഉപ്പായോട് ഈ കാര്യം ചോദിച്ചതാ. ഇപ്പഴാ നിന്റെ ഉപ്പ പിടികൊടുത്തത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ പറഞ്ഞതല്ലേ,
എനിക്ക് മെഡിസിന് പോകണം, എൻട്രൻസ് എഴുതണം എന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ? അതോ ഞാൻ പറഞ്ഞതൊക്കെ തമാശയായിട്ടാണോ നിങ്ങൾ കരുതിയത്? നീ ഒന്ന് തറയെ ചവിട്ടി നില്ല് പെണ്ണേ. പെൺപിള്ളേരുള്ള വീട്ടിലെ ആലോചന കൊണ്ടുവരുന്നത് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ നിന്നെ നാളെ തന്നെ കെട്ടിച്ചുവിടാനൊന്നും പോകുന്നില്ല. അതൊരു വലിയ ഔദാര്യമാണല്ലോ. ഞാൻ കരുതി ഇന്ന് എന്നെ പായും തലയുടെയും പൊതിയേണ്ടി വരുമായിരുന്നെന്ന്. ഓഹോ, അല്ലെങ്കിലും പെമ്മക്കളെ കെട്ടിച്ചു വിട്ടിട്ട് ബാധ്യത തീർന്നെന്ന് പറയണ പാരന്റ്സ് ഉള്ള ഈ നാട്ടില് ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ ആരും അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. വേണ്ടാത്തത് വിളിച്ച് പറയാതെ. എന്തായാലും നിക്കാഹൊന്നും എനിക്കിപ്പോ വേണ്ട. എനിക്ക് പഠിക്കണം. ഉപ്പ വരട്ടെ, ഞാൻ തന്നെ പറഞ്ഞോളാം. നീ എന്ത് പറഞ്ഞോളാന്നാണ്? ഉപ്പയുടെ സ്വഭാവവും ഇപ്പോഴത്തെ അവസ്ഥയും ഡോക്ടർമാര് പറഞ്ഞ് നിനക്ക് അറിയാവുന്നുള്ളതല്ലേ? അതുമല്ലാതെ എന്റെ അടുത്ത് പറഞ്ഞതിന്റെ 10-1 നിന്റെ ഉപ്പ അടുത്ത് ചെന്ന് പറഞ്ഞാ മതി, എല്ലാം കൊളായിക്കോളും. അതല്ല സുൽഫി, എന്താ ജമീലാത്ത ഗ്ലാസുമായിട്ട്? തൈര് ഇരിപ്പുണ്ടോ സുൽഫി? കുറച്ചെടുക്കാൻ. ഈ പെണ്ണിന് രാവിലെ ഇതെന്തു പറ്റി? ആകെ ചുവന്ന് കടന്തൽ കുത്തിയത് പോലെ ഇരിക്കണല്ലോ. ഇതിനത്ര ആലോചിക്കാനൊന്നുമില്ല. വാഹിദ് പറഞ്ഞതാ ശരി. ഉള്ള പരുവത്തില് പെണ്ണിനെ അങ്ങ് കെട്ടിച്ചുവിടാൻ നോക്ക്. ഓ, അവള് പഠിക്കണമെന്നും പറഞ്ഞ് നിക്കുകയാണ്. ഓ, പഠിച്ച് ഇന്ദിരാഗാന്ധി ആവാൻ പോവുകയല്ലേ? അല്ലെങ്കിലും ദൂരോട്ടൊക്കെ പിള്ളേരെ വിട്ട് പഠിപ്പിച്ചാലേ പാഴായി പോവും. പത്രത്തിലൊക്കെ വായിക്കണില്ലേ ഓരോന്നും? ഈ ആലോചന കൊള്ളാം. അവര് നല്ല ആൾക്കാരാ. ചുമ്മാ ആ പെണ്ണിന്റെ താളത്തിനൊത്ത് തുള്ളാതെ വേഗം അവളെ കെട്ടിച്ചു വിടാൻ നോക്ക്. എന്താടി? ഒരു അർജന്റ് കാര്യമുണ്ട് ഇത്ത. എത്രയും വേഗം ഇവിടം വരെ ഒന്ന് വരണം. ആ, ബെസ്റ്റ്. ഉപ്പാനെ ഉമ്മാനെ ഒന്ന് കാണാൻ വരണമെങ്കിൽ തന്നെ ഇവിടെ 100 പെർമിഷൻ എടുക്കേണ്ട അവസ്ഥയാണ്. പിന്നെ കൊച്ചിനെ ഇവിടെ ആരെങ്കിലും ഏൽപ്പിക്കാണ്ട് എനിക്ക് വരാൻ പറ്റുമോ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യമൊക്കെ ഇത്ത വൈകാതെ അറിഞ്ഞോളൂ. എനിക്കിപ്പോ ഇത് പറയാൻ വേറെ ആരും ഇല്ല ഇത്ത അല്ലാതെ. ഒന്ന് ഇതുവരെ വാ. ഡീ. അവസ്ഥ അതാണ്. ഹലോ ഡി ഡി ഹലോ ഹലോ. ആ ഉമ്മ, എന്താ അവിടെ പ്രശ്നം? അപ്പൊ പെണ്ണിനെ ഇഷ്ടമായെന്നൊരു ചോദ്യം വേണ്ട. ഇഷ്ടമായോണ്ടാണല്ലോ നമ്മൾ ഇവിടുന്ന് ഈ ചായ കുടിക്കണത്. ഇവൻ ഇനി 4 മാസത്തെ ലീവുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ചാ നിങ്ങൾ പറഞ്ഞാ മതി. കാഴ്ച കുറച്ച് വസ്തു ഉള്ളത് ടോക്കണായി കിടക്കുകയാണ്. ഒരു മാസം എഴുത്തുണ്ടാവും. അത് കഴിഞ്ഞ പിന്നെ കൂടുതൽ വൈകണ്ട. ഓ, മതി മതി. പടച്ചോ സഹായിച്ച സമയമുണ്ടല്ലോ. ഡാ, അനക്കോളോട് എന്തെങ്കിലും സംസാരിക്കാണ്ട. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു നാട്ടുകടപ്പ്. ഡാ, എവിടെ പോവാ? അകത്തോട്ട് കയറി പോന്നൊക്കെ പിന്നെ പുറത്തോട്ട് പോവും. അത്യാവശ്യം എഴുതാനും വരയ്ക്കാനും ഒക്കെ അറിയാവുന്ന ഒരു പെങ്കുച്ചെന്നെ മരുമോളായി വരണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഹായ്, എന്നെ പറ്റിയുള്ളൊരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അകത്തിരുന്ന് ഉപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇനി എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇഷ്ടമാണോ എന്നുള്ളൊരു ചോദ്യവും ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല. അധികം പരിചയമൊന്നും ഇല്ലാത്ത ഒരാളോട് നേരെ കയറി ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത് ഒരു ആന ബ്ലണ്ടർ ആണല്ലോ, അല്ലേടോ? അല്ല, ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയല്ലേ? പറ, നജമയ്ക്ക് പറയാനുള്ളത് പറ. എനിക്കിപ്പോൾ നിക്കാഹ് കഴിക്കാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഞാൻ എൻട്രൻസിന് ചേരാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോഴാ ഉപ്പ
നജ്മയുടെ തീരുമാനം ശരിയാണ്. ഈ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറം മറ്റൊന്നുമില്ല. അതിപ്പോൾ ആണായാലും പെണ്ണായാലും ഇപ്പം എല്ലാ പേരൻസിനും ഒരു ചിന്തയുണ്ട്, പെൺകുട്ടികളെ നിക്കാഹ് കഴിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അവർ സേഫാണെന്ന്. വെറുതെയാണ്. അവർ മരണം വരെ സേഫായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നേടിയെടുത്ത വിദ്യാഭ്യാസം അതുകൊണ്ട് അവർ കിട്ടിയ ജോലി മാത്രമാണ്. അതുകൊണ്ട് നജ്മ പറഞ്ഞത് 100% ശരിയാണ്. ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പെണ്ണിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കല്യാണത്തിൽ നോക്കിയാൽ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ. ആലോചനകൾ ഇനിയും വരും. അപ്പോൾ എന്ത് ചെയ്യും? ഇതുപോലെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് നിൽക്കുമോ? അതിനേക്കാൾ നല്ലത് ധൈര്യമായിട്ട് ഉപ്പയോടെ എന്ന് പറ കേട്ടോ. എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല, അതും ഈ അവസ്ഥയിൽ. എത്ര വലിയ തലപോണ കേസാണെങ്കിലും അത് നമ്മളെ അവതരിപ്പിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് എന്ന് ഉപ്പയോട് പറ, എല്ലാം ശരിയാവും. സുഖയില്ലേ? കഴിഞ്ഞ അപ്പോൾ ശരി, ഞങ്ങൾ ഇറങ്ങുക. അപ്പോൾ നല്ല വാർത്തകൾ പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. പറഞ്ഞു ഒടുവിൽ ഉമ്മ ഉപ്പാനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. വലിയ പൊട്ടിത്തെറിയും ബഹളമൊന്നുമില്ല. കെട്ട് കഴിഞ്ഞാലും പഠിക്കാലോ എന്ന് മാത്രം പറഞ്ഞു. അന്ന് എന്റെ കാര്യത്തിൽ ഉപ്പ ഇത് തന്നെയാ പറഞ്ഞത്. എന്നിട്ട് എന്തായി? ഉപ്പാനെ ഇളയപ്പാനെ എതിർത്ത് സംസാരിക്കാനുള്ള ധൈര്യം അന്ന് എനിക്കുണ്ടായിരുന്നില്ല. സ്വന്തമായി അഭിപ്രായമുള്ള പെൺകുട്ടികൾ അഹങ്കാരികളാണെന്നല്ലേ കുഞ്ഞിലേ മുതൽ നമ്മൾ കേൾക്കണത്. അതുകൊണ്ടായിരിക്കും. എന്തായാലും നിന്റെ കാര്യത്തില് അത് സംഭവിക്കില്ല. സുഹേല് പറഞ്ഞത് വളരെ ശരിയാണ്. നീ വാ, ഉപ്പാനോട് സംസാരിക്കാം. വാ. ഉപ്പ, ഉമ്മ വല്ലതും പറഞ്ഞായിരുന്നോ? അതിന്റെ മറുപടി ഞാൻ പറഞ്ഞാണല്ലോ. എനിക്ക് പറയാനുള്ളതൂടെ കേൾക്കുപ്പ. നിക്കാഹ് കഴിഞ്ഞാ പിന്നെ പഠിക്കാനൊന്നും പറ്റൂല ഉപ്പ. ഞാൻ എന്റെ പഠിപ്പൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, എന്നിട്ട് മതി നിക്കാഹ്, പ്ലീസ്. 10-20 വർഷം പൊരുവേലത്ത് അന്യനാട്ടിൽ കിടന്ന് പണിയെടുക്കുമ്പോൾ ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ മക്കള് നന്നായി വളരണമെന്ന്. പക്ഷെ ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്, എൻ്റെ മക്കൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരുപാടങ്ങ് വലുതായെന്ന്. ഉപ്പയുടെ ആയുസ്സും ആരോഗ്യവും തന്ന് തന്നെയാ ഞങ്ങളെ വളർത്തിയെന്നറിയാം. ഉപ്പ ചെയ്യുന്ന ഓരോ കാര്യവും ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാന്നും അറിയാം. പക്ഷെ ഇത് ഉപ്പ ഒന്നുകൂടി ആലോചിക്കണമെന്നാ പറഞ്ഞു. ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നിന്നെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് അത്രയ്ക്ക് വലിയ തെറ്റാണോ? ഉപ്പയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ 3 ആളുടെയും പ്രാർത്ഥന ഉപ്പയോടൊപ്പം ഉണ്ട്. എന്നെ സുരക്ഷിതയാക്കുന്നു എന്ന് ഉപ്പ പറഞ്ഞില്ലേ? ഈ വീട്ടിലേക്കാളും സുരക്ഷ എങ്ങനെയാണ് ഉപ്പ എനിക്ക് മറ്റൊരു വീട്ടിൽ കിട്ടണേ? നിങ്ങൾ 2 ആളെക്കാളും എന്നെ സ്നേഹിക്കാൻ വേറെ ആർക്കാ ഉപ്പ പറ്റണേ? എന്നുവെച്ചാ നിക്കാഹ് വേണ്ടെന്നാണോ? എന്നല്ല, എന്റെ സുരക്ഷ തന്നെയാണ് ഉപ്പയ്ക്ക് വലുതെങ്കിൽ എനിക്ക് ആദ്യം വേണ്ടത് നിക്കാഹല്ല, ഒരു ജോലിയാണ്. ചോദിക്കണ സ്ത്രീധനവും കൊടുത്ത് കെട്ടിച്ചു വിടാൻ എത്രയോ പെൺകുട്ടികളാ ഉപ്പ ഭർത്താവിന്റെ വീട്ടിൽ മരണപ്പെടുന്നത്, അല്ലെങ്കിൽ ഒന്നും ആരോടും പറയാതെ നീറി ജീവിക്കുന്നത്. ഇതിലെവിടാ ഉപ്പ പറഞ്ഞ സുരക്ഷ? ഒരു തർക്കത്തിന് പറയാന്നല്ലാതെ അങ്ങനെ നിക്കാഹ് കഴിച്ചു പോയ എത്ര പേര് നിനക്കറിയാം? അങ്ങനെ പറയാൻ നിനക്ക് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ പുറത്തൊന്നും പോണ്ടോപ്പ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എനിക്ക് അത്ര വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്ഥിര വരുമാനമുള്ളൊരു ജോലി, എന്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള പ്രാപ്തി. ഞാൻ ഡിഗ്രി 2nd ഇയറിന് പഠിക്കുമ്പോഴാണല്ലോ ഉപ്പ എന്നെ നിക്കാഹ് നടത്തുന്നത്. അവിടെ തീർന്നതാണ് എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. ഇതൊന്നും ആർക്കും അറിയില്ല. കാണുന്നവർക്ക് എന്താ, നിക്കാഹ് കഴിഞ്ഞു കുട്ടികളുമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. പക്ഷേ ഒരു നോമ്പിന്റെ സമയത്ത് ഉപ്പാക്കും ഉമ്മായിക്കും എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാൻ, ഇല്ലെങ്കിൽ എന്തിനു പറയുന്നു, എന്റെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ കൂടി ഭർത്താവിന്റെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് നിൽക്കേണ്ട അവസ്ഥ. അത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്ത് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകുന്നോ അതുവരെ നമ്മൾ അവരുടെ മുമ്പിൽ 2ാം തരക്കാരി തന്നെയാണ്.
എന്തിനു പറയുന്നു? ഉമ്മാക്ക് മനസ്സിലാവും ഞാൻ പറയണത്. വീട്ടിലെ പാട്ടയും തകരവും പോലും കൊടുത്തിട്ട് നമ്മൾ കാശ് വാങ്ങാനാണ് പതിവ്. അപ്പോ പെൺമക്കൾക്ക് ഒരു കാലിക്കുപ്പിയുടെ വില പോലും ഇല്ലേ ഉപ്പ? ഇത്ത ഈ പറഞ്ഞതിന് എന്തുത്തര ഉപ്പയ്ക്ക് കൊടുക്കാനുള്ളത്? ഉപ്പ, എന്റെ ഗതി അവൾക്ക് വരരുത്. അവൾ പഠിക്കട്ടെ, സ്വന്തം കാലിൽ നിക്കട്ടെ, എന്നിട്ട് പോരെ നിക്കാഹ്. നാസറേ, അത് ഒരു പ്രശ്നമുണ്ട്. താൻ എന്നോട് ക്ഷമിക്കണം. ഈ നിക്കാഹ് നടക്കില്ല. BP കൂടിയ തന്നെയാ. ഗുളിയ മുടക്കിയല്ലേ? അത് മോൾ ഇവിടെ ഉണ്ടായിരുന്നത് നന്നായി. അല്ലായിരുന്നെങ്കിൽ ഡോക്ടറെ കാണാൻ അങ്ങ് ടൗണിൽ പോവേണ്ടി വന്നേനെ. പിള്ളേരാരെങ്കിലും ടൗണിൽ പോകുമ്പോൾ കൊടുത്തുവിട്ട് വാങ്ങിച്ചാൽ മതി. ഇതൊന്നും വേണ്ട, കയ്യിൽ വെച്ചേക്ക്. ഈ പൈസക്ക് ആപ്പിളോ ഓറഞ്ചോ ഒക്കെ വാങ്ങി കഴിക്കും. ആ പിന്നെ തൈരും കല്ലുപ്പും ഒന്നും കഴിക്കാൻ നിൽക്കണ്ട. അത് പ്രശ്നവാ ശരീരത്തിനും ബുദ്ധിക്കും. പോയിട്ട് വരാം. ഈ പുലരി പുത്തൻ പ്രതീക്ഷകളുടേതാണ്. രാജ്യത്ത് പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്താൻ പോകുന്നു. ഞാൻ കണ്ട സ്വപ്നം എനിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയത് മുങ്ങിത്താഴ്ന്നേക്കാവുന്ന നിമിഷം എൻ്റെ നേർക്ക് രക്ഷയുടെ ചില കൈകൾ ഉയർന്നു വന്നതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഈ നിമിഷവും ഇത്തയെപ്പോലെ എത്രയോ പെൺകുട്ടികൾ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഏതെങ്കിലും അടുപ്പിലോ അലക്കുകല്ലിലോ ഹോമിച്ചിട്ട് വിധേയം പഴിച്ചിരിക്കുന്നുണ്ടാകും. പരിചയത്തിലൊരു പെൺകുട്ടിക്ക് 18 തികഞ്ഞാൽ അവളെ കെട്ടിച്ചയക്കാതെ ഇരിപ്പുറയ്ക്കാത്ത നാട്ടുകാരുടെയും മതത്തിന്റെ അംഗബലം കൂട്ടാൻ ബാല്യം മാറും മുമ്പേ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ ഉത്തരവിടുന്ന മതമേലാളന്മാരുടെയും സൗരയൂഥത്തിന്റെ ഏതോ കോണിൽ കറങ്ങുന്ന ഗ്രഹങ്ങളുടെ പേരും പറഞ്ഞ് കുട്ടികളുടെ ജീവിതം കൊണ്ട് കബഡി കളിക്കുന്ന ജ്യോത്സ്യന്മാരുടെയും ഒക്കെ വക്രദൃഷ്ടിയിൽ നിന്ന് ഞങ്ങൾക്കൊരു കവചമൊരുക്കാൻ ഈ നിയമത്തിന് സാധിക്കട്ടെ. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, അങ്ങ് ഈ പിടിച്ചു വാങ്ങിത്തരുന്ന 3 വർഷം ഒരു ഡിഗ്രി നേടാനുള്ള സാവകാശം മാത്രമല്ല, ഒരുപക്ഷെ നാളെ ഒരിക്കൽ ഞങ്ങൾ ഇരുട്ടിലായിപ്പോയാൽ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഒരു കൈത്തിരി വെട്ടം കൂടിയാണ്. എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടി അങ്ങേക്കൊരു 1000 നന്ദി.